രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരം. ഗർഭിണികളുടെ ഒരു പരമ്പര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മുതൽ ഒരു സീരിയൽ ഗർഭിണി ഉണ്ടാക്കുന്ന ആളായി അറിയപ്പെടും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. 3 പോയിന്റുകളുണ്ട്. ഇതിലെ ആദ്യത്തെ പോയിന്റ് ഈ അന്വേഷണവും മാധ്യമങ്ങളിൽ നൽകുന്ന വാർത്തകളുടെ പൊള്ളത്തരവും കാണിക്കുന്നതാണ്. രണ്ടാമത്, ഏതെങ്കിലും പെൺകുട്ടി അങ്ങനെ ദുഃഖം യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയുന്നു. നിങ്ങൾ വെളിയിൽ വരണം, പരാതി കൊടുക്കണം. തെറ്റുകാരനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവരണം. ഈ മാധ്യമങ്ങൾക്ക് നിങ്ങളുടെ ചുമലിൽ വെച്ച് ഇങ്ങനെ വെടിവെക്കാനുള്ള അവസരം കൊടുക്കരുത്. 3, നമ്മുടെ മാധ്യമങ്ങൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വീട്ടുകാരുടെയും ട്രോമ ഓരോ ദിവസവും രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ വാർത്തകളുമായി വരുന്നതിന്റെ പ്രത്യേകതയാണ്. ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മാധുവിന്റെ ചർച്ച ഞാൻ സ്ഥിരീകരിക്കാറുള്ളതാണ്. മാധുവിനെ വലിയ ബഹുമാനമാണ്, മാതൃഭൂമിയെ ബഹുമാനമാണ്. പക്ഷെ ആ വാർത്തയുടെ ഒരു സത്യത്തെ തുറന്നു കാട്ടാനാണ് ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. 2 യുവതികളാണ് ഗർഭഛിദ്രത്തിന് വിധേയമായത് എന്ന് വിവരം. 2-3 ദിവസം നമ്മൾ ഒരാളായിരുന്നു, ഇപ്പൊ 2 പേരായി. ഓക്കെ, ഫൈൻ. ആദ്യ ഗർഭഛിദ്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചതായും സൂചന. ആദ്യ ഗർഭചിത്രത്തിന് ചെയ്ത യുവതി രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു. അതായത് ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതി രണ്ടാമത്തെ പെൺകുട്ടി ഒന്നും പറഞ്ഞു കാണും, രാഹുൽ മാങ്കൂട്ടത്തിൽ ചേട്ടൻ ഓൾറെഡി എന്നെ പ്രഗ്നന്റ് ആക്കിയതാണ്, എനിക്ക് ഈ അബോർഷന്റെ വഴി അറിയാം, എനിക്ക് നിന്നെയും അബോർട്ട് ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു കാണും അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് മാധ്യമങ്ങളുടെ കുഴപ്പമല്ല, ഇത് ഫീഡ് ചെയ്യുന്ന ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിന്റെയും കുഴപ്പമാണ്. കുറച്ചുകൂടെ നല്ല കഥകളൊക്കെ ഉണ്ടാക്കിക്കൂടെ? കുറച്ചു കാലം ആയില്ലേ സർവീസിലും പോലീസിലും ഒക്കെ ഇരിക്കുന്നു. കുറച്ചുകൂടെ സെൻസിബിൾ ആയ കഥ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എയും ബിയെയും പ്രഗ്നന്റ് ആക്കി. എ എന്ന പ്രഗ്നന്റ് ആയി അബോർട്ട് ചെയ്ത പെൺകുട്ടി ബി എന്ന പെൺകുട്ടിയെ അബോർട്ട് ചെയ്യാൻ സഹായിച്ചു. വാവ്, എത്ര ഉന്നതമായ സാഹോദര്യം, എത്ര ഉന്നതമായ പരസ്പര സഹകരണം. ഞങ്ങൾ രണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രഗ്നൻസ് ആണ്, ഞങ്ങൾ രണ്ടും പരസ്പരം സഹകരിച്ച് അബോർട്ട് ചെയ്തു. ഓക്കെ, എന്തൊക്കെ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്? അത് തന്നെ മാധു എല്ലാരും ചോദിക്കുന്നത്, എന്തൊക്കെ വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. മാതൃഭൂമിയാണ് ഏറ്റവും മയമായിട്ട് നന്നായിട്ടും കൊടുത്തത്, അതുകൊണ്ടാണ് മാതൃഭൂമി എടുത്തത്. ബാക്കിയുള്ള ചില ചാനൽ കുറെ കൂടെ മോശമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. മാതൃഭൂമി എനിക്ക് സ്ഥിരം കാണുന്ന ഇഷ്ടമുള്ളതാണ്, അതുകൊണ്ടാണ് മാതൃഭൂമിയുടെ എടുത്തത്. ക്രൈംബ്രാഞ്ചിന് ഈ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ക്രൈംബ്രാഞ്ചിന് ഈ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? വിവരങ്ങളില്ലല്ലോ, തെള്ളാണല്ലോ, പ്രൊപ്പഗാൻഡയാണല്ലോ. അതായത് അപ്പൊ പിന്നെ എങ്ങനെ ലഭ്യമായ എന്താ? 2 പെൺകുട്ടികൾ. ഇനി 2 എന്നുള്ളതല്ല, ഈ തമ്പനയിൽ പോലെ അതും കൂടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ 18 പെൺകുട്ടികളെയാണ് പ്രഗ്നന്റ് ആക്കിയത്. ഞാനൊന്ന് ക്രൈംബ്രാഞ്ചിൽ വിളിച്ചു പറയാം. ക്രൈംബ്രാഞ്ചിൽ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിൽ ഒന്ന് ഫോം വിളിച്ചിട്ട്, ഹലോ ക്രൈംബ്രാഞ്ച് അല്ലേ സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ 18 പെൺകുട്ടികളെ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിച്ചു. ഈ വിവരത്തിന്റെ സോഴ്സ് ഏതാണെന്നോ? സാർ, എന്റെ കയ്യിൽ രേഖയടക്കമുണ്ട്. അങ്ങനെ അബോർട്ട് ചെയ്തതിന്റെ രേഖയുണ്ടേ സാർ. അത് രേഖ എവിടെ? രേഖ കാണിക്കാം സാർ. ഞാൻ എന്റെ യൂട്യൂബിന്റെ തമ്പനയിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. രേഖയുണ്ട് സാർ. മാങ്കൂട്ടത്തിൽ 18 പെൺകുട്ടികളെ ഗർഭിണിയാക്കി അബോർട്ട് ചെയ്യിപ്പിച്ചു. സാർ രേഖയുണ്ട് സാർ, എഴുത്തിലുണ്ട്. എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് എന്ത് കാര്യമെന്നോ? നിങ്ങൾ കള്ളം പറഞ്ഞ ഞാൻ കള്ളം പറഞ്ഞ നിങ്ങളൊരു വാദം മുമ്പോട്ട് വെച്ചാൽ അത് വലിയ കാര്യം, അതിന് തെളിവൊന്നും വേണ്ട. പിന്നെ ഞാൻ പറയുന്നതിന് എന്തിനാ തെളിവ്? സാർ ഇതും കൂടി ഒന്ന് അന്വേഷിക്കണം. അന്വേഷിക്കുന്നതിന് സാറിന് വിരോധമൊന്നുമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ 18 പേരെ, അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് പ്രഗ്നന്റ് ആക്കുകയായിരുന്നു ഇയാളുടെ പ്രധാന പണി. അതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തണം. പറ്റുമെങ്കിൽ വിദേശത്തോടു കൂടിയൊക്കെ ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വിജയനെയും ദാസനെയും പോലെ സാറിനൊക്കെ വിദേശത്തു നിന്ന് പോകാൻ അവസരം കിട്ടും. അതായത് നമ്മൾ അമേരിക്കയെന്നോ, സാറിന് പോകാൻ ഇഷ്ടമുള്ള രാജ്യം മതി, അമേരിക്കയെന്നോ ഇംഗ്ലണ്ടെന്നോ പാരീസ് എന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങളൊരു അന്വേഷണം തുടങ്ങിയാൽ മതി. പോൾ ബാർബറെ വല്ലതും കിട്ടിയാലോ? സാറേ, ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞാണ്. സാറിന് യാത്ര പോകണമെങ്കിൽ നോക്കിയാൽ മതി. 2 യുവതികൾ ഗർഭചിത്രം നടത്തിയത് നിങ്ങൾക്ക് വാർത്ത പറയാമെങ്കിൽ 18 എനിക്ക് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? മാധ്യമങ്ങളെ വെച്ച് നിങ്ങൾ കേസ് നടത്തുകയല്ലേ, മാധ്യമങ്ങളെ വെച്ച് പ്രൊപ്പഗാൻഡ ഇറക്കുകയല്ലേ? നിങ്ങൾക്കും തെളിവില്ല, എനിക്കും തെളിവില്ല, അപ്പൊ ഞാൻ 18 എന്ന് പറയും. ഞാൻ പറയണേ സാർ ഇതൊരു അവസരമായിട്ട് എടുക്കണം. സാറ് യൂറോപ്പ്, അമേരിക്ക, നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഒരു അവസരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടത്തെ ആൾക്കാരെയും കൂടെ പ്രഗ്നന്റ് ആക്കി എന്ന് പറയുക. ഡയാന രാജകുമാരിയുടെ മരണത്തിന് പിന്നിലും രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം ഉണ്ടെന്ന് പറയുക. സാറിന് ഇംഗ്ലണ്ട് എന്നൊക്കെ കാണാം, റോയൽ ഫാമിലി പോവാം. സാറിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ആണുങ്ങളുടെ പുറത്താവുമ്പോഴേ സാർ ആർക്കും പ്രശ്നമൊന്നുമില്ല, ആർക്കും കുതിര കയറാം. സാറിനെതിരെ നടപടിയോ? ഏത് നടപടി? ഇന്നേവരെ ഏതാണിനെതിരെ വ്യാജ കേസ് വന്നിട്ടാണ്? ഇന്നേവരെ ഏതാണിനെതിരെ വ്യാജ ആരോപണങ്ങൾ പോലീസ് ഉന്നയിച്ചിട്ടാണ് അവർക്കെതിരെ നടപടി വന്നത്? സാറ് ടെൻഷൻ അടിക്കണ്ടെന്ന്. സാറ് കാര്യമായിട്ട് പറ. ഡയാന രാജകുമാരിയുടെ അടക്കം നമുക്ക് ബ്രിട്ടീഷ് വിൻസർ പാലസിലൊക്കെ ഒന്ന് പോയി സാറിനവിടെ ചെത്തി നടക്കാം.
സാർ അപ്പൊ എന്തായാലും ഒരു അവസരമായിട്ട് എടുക്കുക. ഞാൻ ബാക്കി വാർത്ത കണ്ടിട്ട് സാറിനെ വിളിക്കാം. ക്രൈംബ്രാഞ്ചുകാർക്ക് ഐഡിയ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ മുന്നോട്ട് പോകുന്നു? ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ശ്രദ്ധിച്ചോണേ, അതിന്റെ ഒരു പഞ്ചൊക്കെ ശ്രദ്ധിച്ചോണേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് BGM. ആരോപണം സംബന്ധിച്ച് വിവരങ്ങൾ തേടുകയാണ് ക്രൈംബ്രാഞ്ച്. ഇതുവരെ കൃത്യമായ ഈ മൊഴിയെടുപ്പിലേക്കൊന്നും കടന്നിട്ടില്ല. സോറി ചിരിച്ചതിന് എന്നോട് ക്ഷമിക്കണം കേട്ടോ. ആരോടും ഞാൻ എല്ലാരോടും ബഹുമാനത്തോടെ സംസാരിക്കുള്ളൂ. ആരോടും ബഹുമാനക്കുറവ് സംസാരിക്കുന്നതല്ല. ഒന്നുകൂടെ വാർത്ത കേൾക്കാമേ. മാധു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം സംബന്ധിച്ച് വിവരങ്ങൾ തേടുകയാണ് ക്രൈംബ്രാഞ്ച്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ തേടുകയാണ് ക്രൈംബ്രാഞ്ച്. ഇതുവരെ കൃത്യമായ ഈ മൊഴിയെടുപ്പിലേക്കൊന്നും കടന്നിട്ടില്ല. ഒന്നുകൂടെ, ഇതുവരെ കൃത്യമായ മൊഴിയെടുപ്പിലേക്കൊന്നും കടന്നിട്ടില്ല. ബ്രാഞ്ച് ഇതുവരെ കൃത്യമായ ഈ മൊഴിയെടുപ്പിലേക്കൊന്നും കടന്നിട്ടില്ല. അത് പറഞ്ഞ മാതൃഭൂമിക്ക് ഒരു വലിയ സല്യൂട്ട്. അങ്ങനെ കൃത്യമായ മൊഴിയെടുപ്പ് പോലും കടക്കാത്ത നിങ്ങൾ എന്ത് കണ്ടിട്ടാണ്? മാതൃഭൂമിയോടല്ല കേട്ടോ, ക്രൈംബ്രാഞ്ചുകാരോടാണ്. ഇത് ഈ മാധ്യമങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ അതും കൂടെ അറിയണേ. പോലീസുകാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, പോലീസിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കും, മാധ്യമങ്ങൾക്ക് ഇട്ടിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് കൊടുക്കും, വാർത്ത കവർ ചെയ്തോളാൻ പറ്റും. ദിലീപേന്റെ കേസിലൊക്കെ ഇത് ഒരുപാട് കണ്ടതാ, സിദ്ദിഖ് സാറിന്റെ കേസിലൊക്കെ ഒരുപാട് കണ്ടതാ. കൃത്യമായ മൊഴിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ക്രൈംബ്രാഞ്ചുകാരാണ്, നാളെയും കാണാനുള്ളവരാണ്. പിന്നെ എങ്ങനെയാണ് സാർ ഈ 2 പെൺകുട്ടികൾ ഗർഭിണിയായെന്ന് സാറ് കവടി വെച്ചറിഞ്ഞോ? പ്രാഥമികമായ വിവരങ്ങൾ ഇങ്ങനെ പ്രാഥമികമായി 2 പേരെ ഗർഭിണികളാക്കി, അബോർട്ടും ചെയ്യിച്ചു. ഇനി പ്രാഥമികമല്ലാതായിട്ട് എന്ത് ചെയ്തെന്ന് അറിയില്ല. പ്രത്യേകിച്ച് നേരത്തെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. അതും ആ ഗർഭചിത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത റീസൺ എന്താ അറിയോ? എന്നാലല്ലേ സമൂഹത്തിൽ ആൾക്കാർക്ക് ഒരു വിഷമം വരും. കുട്ടികളെ കൊന്നു, അങ്ങനെ ബാലാവകാശ കമ്മീഷൻ കേട്ടു കൊടുത്തിട്ടുണ്ട്. ആ ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിലെ ഭ്രൂണത്തെ കൊന്നു കളഞ്ഞ നരാധവനായ രാഹുൽ മാങ്കൂട്ടത്തിലെ, അങ്ങനെ 18 പേരുടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. നേരത്തെ ഇന്റലിജൻസ് അടക്കം ശേഖരിച്ച വിവരങ്ങൾ ഞാൻ ദേഷ്യം വരുന്നതുകൊണ്ടാണ് ചിരിക്കുന്നത്, ആർക്കും ഇതായിട്ട് തോന്നരുത്. ഇന്റലിജൻസ് അടക്കം വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഗുമ്മിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്റലിജൻസ് അടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റലിജൻസിന്റെ വണ്ടി ഗർഭം അളക്കാൻ പോവാണല്ലോ. അതിനൊപ്പം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ, ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതിലാണ് ചില നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. 2 ഒന്നുകൂടെ അത് കേൾക്കാമേ. ഞാൻ ഇതിൽ എന്തെങ്കിലും മോശമായി പറയുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. നിങ്ങളിത് കേൾക്കുന്ന കാര്യം എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഞാനിപ്പോ ഓഫീസിന്റെ താഴെ ഇറങ്ങി ആഹാരം കഴിക്കാൻ പോണ സമയത്തിന് ശേഷമൊക്കെ ഇരുന്ന് ചെയ്യുന്നതാണ്. എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ കേൾക്കണേ. ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതിലാണ് ചില നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. 2 യുവതികൾ ഈ ഇന്റലിജൻസിന്റെ ഭാഗം ആ തെള്ളൊന്ന് കേൾക്കാം. അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. നേരത്തെ ഇന്റലിജൻസ് അടക്കം ശേഖരിച്ച വിവരങ്ങൾ, അതിനൊപ്പം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ, ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അതിലാണ് ചില നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. ഇന്റലിജൻസിന് മാമാപ്പണിയാണല്ലോ. അതായത് ഇന്റലിജൻസിന്റെ വീട്ടുകാരോട് പോയി ഒളിച്ചു നോക്കണമല്ലോ ഇന്റലിജൻസിന്റെ പ്രധാന പണി. ഇതൊക്കെ നമ്മുടെ നാട്ടുകാരെ, പാവങ്ങളെ പറ്റിക്കാൻ പോലീസുകാരുണ്ടാക്കുന്ന കള്ളക്കഥയാണ്. ഇത് മാധ്യമങ്ങളുടെ അല്ല. അതായത് പോലീസുകാർ കേസ് നടത്തുന്ന രീതി എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. പോലീസുകാർ മാധ്യമങ്ങളെ ഉപയോഗിച്ച് കേസ് നടത്തും, എന്നിട്ട് ഓരോരോ വാർത്ത ലീക്ക് ചെയ്ത് കൊടുക്കും. സാറേ എവിടെ നിന്നാണ് വാർത്ത? ഇന്റലിജൻസിന്റെ പല ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇന്റലിജൻസിന്റെ ഇൻപുട്ട് കിട്ടുകയാണെങ്കിൽ നേരത്തെ കിട്ടാത്ത എന്താ? ഇന്റലിജൻസ് ഈ 2 ദിവസമാണോ കേസിന്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് പേരെ വെറുപ്പിച്ച്. ഞാൻ ഇനിയും പറയാതിരിക്കാം. കാര്യം സത്യം പറയുന്നതും നീതി പറയുന്നതും നമ്മുടെ നാട്ടിൽ ആൾക്കാർ വേണം. ഈ ആരോപണ വിധേയങ്ങളിൽ നിന്ന് ഗർഭചിത്രം ഇഷ്ടപ്പെട്ട് ഈ പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ട്. പുള്ളിയുടെ വാക്ക് വരാതിരിക്കുക. എത്ര നന്നായും വാർത്ത പറയുന്ന ആളാണ്. കാര്യം ഉൾക്കുത്തുള്ളോണ്ട് പറയുന്നതാണ്. ഈ ഉൾക്കുത്തുള്ളോണ്ട് ആ വാക്കുകൾ വെളിയിൽ വരാത്തതാണ്. അവന്റെ മനസ്സിൽ, അവന്റെ മനസാക്ഷി പറയുകയാണ് നീ പറയുന്ന തെള്ളാണ്, കള്ളമാണെന്ന്. ഉൾക്കുത്തുള്ളോണ്ട് വാക്ക് വെളിയിൽ വരാത്തതാണ്. ശ്രദ്ധിച്ചോണേ. അന്വേഷണം നടക്കുന്നത്. അതിലാണ് ചില നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. 2 യുവതികൾ ഈ ആരോപണ വിധേയങ്ങളിൽ നിന്ന് ഗർഭചിത്രം നടത്തി എന്നുള്ള കേട്ടിരുന്നാ മതി. ഇതൊക്കെ ദൈവം കാണും. ഫുൾ ഇതൊന്നുമേ
കാര്യമായിട്ടിരുന്ന് ചെയ്യാനുള്ള സമയമോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ആ ഗർഭചിത്രം നടന്നത് എന്നുള്ള വിവരവും അന്വേഷണ സംഘം പാരീസ് കേന്ദ്രീകരിച്ചാണെങ്കിൽ സാറിന് പാരീസിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോകാൻ പറ്റും. ഞാനായിട്ട് പറഞ്ഞു, ഇനി ഐഡിയ ഞാനായിട്ട് തന്നില്ലെന്ന് പറയുന്നു. സംഘത്തിനുണ്ട്. മാത്രമല്ല ആദ്യ യുവതി ഗർഭചിത്രം നടത്തി, അതിനുശേഷമാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് ആദ്യത്തെ യുവതി ഒരു ബന്ധു ഈ രണ്ടാമത്തെ യുവതിയുടെ ഗർഭചിത്രത്തിന് സഹായം നൽകി എന്നുള്ള എത്ര രസകരമായ സഹകരണം നമ്മുടെ സ്ത്രീകൾ തമ്മിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എ പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിച്ചു, ബി എ പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിക്കാൻ എ സഹായിച്ചു. ഡേയ് പോലീസുകാരാ, മിനിമം വിവരമുള്ള കഥ പറ, മിനിമം വിവരമുള്ള കഥ പറ. വിവരങ്ങൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നുണ്ട്. ഏതായാലും ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് ഈ ആശുപത്രി ഏകദേശം അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ആശുപത്രി ഏകദേശം അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത് മീഡിയക്കാരുടെ നന്മയാണ്. അവരുടെ വാക്കുകൾക്കും വരികൾക്കും ഇടയിലൂടെ നമ്മൾ വായിക്കണം. പോലീസ് ഈ വാർത്ത കൊടുത്തിട്ട്, അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ വാർത്തയൊക്കെ കൊടുത്തിട്ട് മീഡിയയൊക്കെ ഓൺ ചെയ്യും. എന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ചാനൽ കാണുന്ന പോലെ ഇരുന്ന് രസിക്കും. പക്ഷെ ആ മീഡിയക്കാരുടെ നന്മയാണ്, പോലീസ് ഏകദേശം ഈ ആശുപത്രി കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ബാംഗ്ലൂരിലെ ആശുപത്രി ഏകദേശം കണ്ടെത്തണ്ടല്ലോ. എന്തെങ്കിലും സോളിഡ് വിവരം ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ ആശുപത്രി കണ്ടെത്താൻ എന്താ ബുദ്ധിമുട്ട്? ആ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നടപടികളാണ് നടക്കുന്നത്. കാരണം ഇതിപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട ആരും നേരിട്ട് പരാതിയുമായി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിക്കൽ കണ്ടോണേ പങ്കിട്ട പരാതി, നേരിട്ട് പരാതി പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കേസ് ചാർജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരാതി വരാത്തത് എന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പോൾ എന്തേ പരാതി നൽകിയില്ല? ഗർഭിണികളെ അന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ട്. ഈ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് പിന്നീട് ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാരെ കണ്ടില്ല, ഏതെങ്കിലും ഈ കേസ് എന്നെങ്കിലും ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്വേഷണ സംഘത്തിന് ഏൽക്കേണ്ടി വരും. അത് പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് പിന്നീട് ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാരെ കണ്ടില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്വേഷണ സംഘത്തിന് ഏൽക്കേണ്ടി വരും. അത് പൂർണ്ണമായും ഇല്ലാതാക്കുക. പരാതിക്കാരെ കണ്ടെത്തിയ ശേഷം നീതിയൊക്കെ പിന്നെ പരാതി, അതായത് അന്വേഷണ സംഘം സ്വന്തം സ്ഥാനം സേഫ് ആക്കുക. അവരിൽ നിന്ന് പരാതി ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു മൊഴി കൂടി രേഖപ്പെടുത്തി നിയമ നടപടി അവസാനിപ്പിക്കുക. അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ പുറത്ത് പരാതി നൽകാത്തതാണെങ്കിൽ അവരിൽ നിന്ന് പരാതി വാങ്ങി അന്വേഷണവുമായി മുന്നോട്ട് ഇല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി പരാതി ഉണ്ടാക്കുക. പോവുക. ഈ രണ്ട് സാധ്യതകളാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഈ വിവരങ്ങൾ 2 യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത് തുടങ്ങിയ വിവരങ്ങൾ ഈ മൊഴിയെടുപ്പിലൂടെയോ പരാതിക്കാരിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയോ ആണോ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായത്? ആ ചോദ്യം ഒന്നുകൂടെ കേട്ടോ. നല്ല ചോദ്യം, നല്ല ചോദ്യം. തുടങ്ങിയ വിവരങ്ങൾ ഈ മൊഴിയെടുപ്പിലൂടെയോ പരാതിക്കാരിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയോ ആണോ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായത്? നിലവിൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെയും സ്വന്തം നിലയ്ക്കുള്ള വിവരശേഖരണത്തിലാണ് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആൾക്കാരിൽ നിന്ന് അനൌദ്യോഗികമായ വിവരങ്ങൾ ശേഖരിക്കുന്നു. അനൌദ്യോഗികമായി പ്രഗ്നന്റ് ആയോ? മാധു ചോദിച്ചതൊരു ഉഗ്രൻ ചോദ്യമാണ്, ഒരു $1 million ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. അത് കേൾക്കുമ്പോഴേ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. ആ ചോദ്യം ഒന്നുകൂടെ കേൾക്കണേ, സീരിയസ് ആയി കേൾക്കണേ. പോവുക. ഈ രണ്ട് സാധ്യതകളാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഈ വിവരങ്ങൾ 2 യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത് തുടങ്ങിയ വിവരങ്ങൾ ഈ മൊഴിയെടുപ്പിലൂടെയോ പരാതിക്കാരിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയോ ആണോ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായത്? മൊഴിയെടുപ്പിലൂടെയോ പരാതിക്കാരിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയാണോ ഈ ക്രൈംബ്രാഞ്ചിന് അറിവായത്? നിലവിൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെയും വിൽക്കുന്നത് കണ്ടോ? ഓരോരുത്തരും കാണണം. എല്ലാ മാധ്യമങ്ങളും വിൽക്കും. ഇത് മാധ്യമങ്ങളുടെ പ്രശ്നമല്ല. പലപ്പോഴും നമ്മൾ സാധാരണക്കാർ മാധ്യമങ്ങളെ കുറ്റം പറയും. പോലീസും ക്രൈംബ്രാഞ്ചുകാരും തിരക്കഥ എഴുതുന്നതാണ്. നിനക്കൊക്കെ സിനിമാ കഥ എഴുതണമെങ്കിൽ സിനിമയിൽ പോയി എഴുതണം. അത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ടാക്സ് പേയേഴ്സിന്റെ കാശെടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ക്രൈംബ്രാഞ്ചിലും ഇരുന്നല്ല തിരക്കഥ എഴുതേണ്ടത്. നിനക്കൊക്കെ വിളിച്ച് പിൻവലിക്കുന്നു. സാറിനൊക്കെ തിരക്കഥ എഴുതണമെങ്കിൽ നാട്ടുകാരുടെ കാശുള്ള അല്ലെങ്കിൽ നാട്ടുകാരുടെ ടാക്സിൽ മേടിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ല ഇരുന്ന് എഴുതേണ്ടത്. സാറുമാർക്ക് എഴുതണമെങ്കിൽ സിനിമയെ പോയി എഴുതണം. നിലയ്ക്കുള്ള വിവരശേഖരണത്തിലാണ് ഈ ഉത്തരം കൂടെ കേൾക്കാമേ. അധികാരിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയോ ആണോ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായത്? നിലവിൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെയും സ്വന്തം നിലയ്ക്കുള്ള വിവരശേഖരണത്തിലാണ് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത്. സ്വന്തം നിലയ്ക്കുള്ള വിവരശേഖരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? വീട്ടിലിരുന്ന് ആലോചിക്കൂ. നമുക്കൊരു കാര്യം ചെയ്യാം. കേസിന് സ്ട്രെങ്ത് കൂട്ടാൻ ഒരു ഗർഭിണി പോരാ, 2 ഗർഭിണി ഇരിക്കട്ടെ. കാര്യം എന്നാലല്ലേ ഒരു ഗുമ്മുള്ളൂ.
രണ്ടുപേരെ പ്രഗ്നന്റ് ആക്കി എന്ന് പറഞ്ഞാൽ ചീത്തയാവും. മുമ്പ് ഒരു ട്രാൻസ്ജെൻഡറിനെ ചില ആൾക്കാർ ഇറക്കിയതുപോലെ രാഹുൽ എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡറിനെ വരെ, അതായത് ട്രാൻസ്ജെൻഡർ ആയ അവരെ മോശമായി പറ്റുന്നല്ലോ കേട്ടോ. സാധാരണക്കാർക്ക് തോന്നണം ആണും പെണ്ണും അല്ലാത്തവരെ പോലും രാഹുൽ ഇങ്ങനെ പുറകെ നടന്ന് ചെയ്തു, റേപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന്. അവളുടെ കള്ളത്തരം പൊളിഞ്ഞു വീണു അവന്തികയുടെ. അതിന് ശേഷമാണ് പോലീസുകാർ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയാണെന്ന്. അങ്ങനെ കണ്ടെത്തി അവർ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആൾക്കാരിൽ നിന്ന് അനൌദ്യോഗികമായ വിവരങ്ങൾ ശേഖരിക്കും. വിവിധ ആൾക്കാരിൽ നിന്ന് അനൌദ്യോഗികമായി എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കും സാറേ? അതായത് ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയെന്ന് വിവിധ ആൾക്കാരിൽ നിന്ന് അനൌദ്യോഗികമായി എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കും? അതായത് റൂമേഴ്സ്, അപവാദം, കിംവദന്തി ഉണ്ടാക്കി. അങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനങ്ങളിലേക്ക് എത്തിയത്. മാത്രമല്ല ഈ സാറേ, ഗർഭം ഒരു നിഗമനമല്ല, ഗർഭചിത്രം ഒരു നിഗമനമല്ല. അത് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു സയന്റിഫിക് ഫാക്ട് ആണ്, വേരിഫയബിൾ ആണ്, വാലിഡേറ്റഡ് ആണ്, ഡോക്യുമെന്റഡ് ആണ്. അതൊക്കെ ഉണ്ടോ? ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. പരാതിക്കാരിയെ സംബന്ധിച്ച് അനൌദ്യോഗികമായ ഗോവയായിരുന്നു എളുപ്പം. സാറുമാർക്ക് നല്ലൊരു ടൈം കിട്ടും. ഗോവയിലെ ചിൽ ഔട്ട് ടൈമാണ് സാർ. ഗോവയുടെ ഒരു ആശുപത്രി ആയിരിക്കും പിടിക്കാൻ നല്ലത്. പാരീസ് ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് കാശ് തരൂല. അതുകൊണ്ട് ഗോവയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വിവരങ്ങൾ ഈ രണ്ട് യുവതികളെ കുറിച്ചുള്ള അനൌദ്യോഗികമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. എത്ര പ്രാവശ്യം അനൌദ്യോഗികം എന്ന് പറയുന്നത് അറിയാമോ? ഇത് മാധ്യമങ്ങളെ കൊണ്ട് പോലീസ് പറയിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ ഒരു മൊഴി രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. ഏതായാലും ഈ നിലവിൽ ഈ ഇതിനെ തെള്ളെന്ന് പറയും. തെള്ള്, ബ്ലഫ്, പോലീസുകാരുടെ തള്ളു. നേരത്തെ ശബ്ദരേഖ പുറത്തു ഈ നാട്ടിൽ നടക്കുന്ന അന്യായത്തിന്റെയും അനീതിയുടെയും എക്സ്റ്റന്റ് ആണ് അത്. നമ്മളായിട്ട് പൊതുജനങ്ങളായിട്ട് ഇടപെട്ട് തടയണം. ഇന്നലെ ഓർമ്മയില്ലേ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ സിറ്റുവേഷൻസ് വരുന്നു എന്ന് കാണുമ്പോൾ ക്രൈംബ്രാഞ്ച് സ്പീക്കർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. എന്തോന്ന് റിപ്പോർട്ട് കൊടുക്കും എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്? അങ്ങനെ എന്താണ് പ്രോസസ്സും പ്രൊസീജിയറും? സ്പീക്കർക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ ക്രൈംബ്രാഞ്ചിന് എന്താണ് ഇതുള്ളത്? ഒന്നുമില്ല. അതായത് എന്നിട്ട് അവസാനം സ്പീക്കർ ശ്രീ ഷംസീർ, അദ്ദേഹത്തിന് ഒരു സല്യൂട്ട്, എനിക്ക് അങ്ങനെ റിപ്പോർട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ ഉണ്ടാക്കുകയാണ്. ഓരോ ദിവസവും കള്ളം പറയുകയാണ്. നമ്മൾ കാണണം ഇത്. ഓരോ ദിവസവും ഒരാളെ ഇട്ട് വേട്ടയാടുകയാണ്. അപ്പോ ഇതിന് അവസാനം ഉണ്ടാകണം. അതായത് സ്പീക്കർ അടക്കം തനിക്കെതിരെ വന്നില്ല എന്ന് പറയും. ഇനിയും അവസാനത്തെ പോയിന്റ്, ഏതെങ്കിലും പെൺകുട്ടിക്ക് അങ്ങനെ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷമത്തോടൊപ്പമാണ്, അവരുടെ വേദനയോടൊപ്പമാണ്. പക്ഷെ നിങ്ങളുടെ കൂടി കൺസെന്റോട് കൂടിയല്ലേ നടന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേദനയോ വിഷമമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാതിപ്പെടുകയോ മറ്റും വേണം. അതിന് ഏത് രീതി എന്ന് പറഞ്ഞാൽ ക്രിമിനാലിറ്റി ഒന്നും ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അതൊന്നും കാണില്ല. പക്ഷേ ഇത് ആണിനെ എനിക്ക് ഇമോഷണലായി ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കൂടിപ്പോരുത്. അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആണിനെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അവനെ മുങ്ങി താഴാൻ വിടുകയാണ്. കൈയും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയുകയാണ്. എം എൽ എ പ്രതിയാണ്. മാങ്കൂട്ടത്തിന്റെ കേസ് വരെ ക്രൈംബ്രാഞ്ച് നിയമസഭാ സ്പീക്കറെ അറിയിക്കും. മൊഴി പോലും എടുക്കാതെ എന്ത് കോപ്പിലെ പ്രതിയാണ് ക്രൈംബ്രാഞ്ച് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് മനഃപൂർവ്വമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്യാൻ പോലീസിലെ ചിലരും മാധ്യമങ്ങളിലെ ചിലരും ശ്രമിക്കുന്നതാണ്. പോലീസിന്റെ ഈ കള്ളക്കഥ, ക്രൈംബ്രാഞ്ചിന്റെ ഈ കള്ളക്കഥ ചോദ്യം ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അതിശക്തമായത് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ 18 പേരുടെ ഗർഭത്തിന്റെ കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതിന് എനിക്ക് ശക്തമായ രേഖകളുണ്ട്. ഞാൻ ഈ രേഖയും കൂടെ ക്രൈംബ്രാഞ്ചിന് സമർപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിർണായകമായ തെളിവുകൾ, എന്റെ പേഴ്സണൽ ഡയറിയിൽ ഞാൻ ഇന്ന് രാവിലെ എഴുതിയിട്ട തെളിവുകൾ.